ഗൈസ് അങ്ങനെ നമ്മൾ ഈ കടയിൽ വരുന്നത് ഗ്രാന പിസേറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ നമ്മളെപ്പോഴും പോകുന്നൊരു കടയുണ്ട് കേട്ടോ, സോൾ കിച്ചൻ. അപ്പോൾ അവിടുത്തെ ആ പുള്ളിക്കാരൻ ഇവിടെ കൊച്ചിയിൽ കട തുടങ്ങിയിരിക്കണം. അവിടുത്തെ കിഡിലം പിസ്സയാണ് കേട്ടോ, നല്ല ഫെൻറ്റാസ്റ്റിക് പിസ്സയാണ്. ആ സെയിം സാധനം നിയോപോളിറ്റൻ പിസ്സ. അതിൻ്റെ ഒരു എന്തോ ഒരു സാധനം ഇതെന്തായിരുന്നു, ഗാർലിക് ബ്രെഡ് ഇത് വന്നിരിക്കുകയാണ്. നമ്മളത് പിസ്സ കാണിച്ചത്, പിസ്സ കിണ്ടിലോ ഇവിടെ നിങ്ങൾ കൊച്ചിക്കാർ മിസ് ഔട്ട് ചെയ്യും കേട്ടോ, ഇത് വന്ന് കഴിച്ചില്ലെങ്കിൽ. വൺ ഓഫ് ദ ബെസ്റ്റാണ്, ഇത് ഹൈലി റെക്കമെൻഡ്. നമ്മൾ ഇരിഞ്ഞാലക്കുട വരെ പോകുമായിരുന്നു ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കൊച്ചിയിൽ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. എല്ലാം എനിക്ക് ഇത് ടേസ്റ്റ് പോലും ചെയ്യേണ്ട, ഞാൻ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും, കിട്ടിലോ അടിപൊളിയാണ്, സെറ്റാണ്, മസ്റ്റ് ട്രൈ. ഓക്കെ, ഇതിലേത് ഗ്രാന പിസേറിയ പേരൊന്ന് പഠിച്ച് സെറ്റാക്കണം. എന്തിനാണ് ഞാൻ ഒരു പീസ് അങ്ങ് എടുക്കുന്നത്. ഗൈസ് ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? സനിയും നമ്മുടെ അജാസും. സനി ഒരു ഡെസേർട്ട് വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ 2 എണ്ണം സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പൊ ബൈ ദ വേ സന യൂട്യൂബ് ചാനലിൽ തുടങ്ങാൻ പോവുകയാണ്. ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞിനി ഇവിടെ ഇങ്ങനെ ക്യാമറ പിടിച്ച് നടക്കണ കാണാം. ഇല്ല, ക്യാമറ ഇട്ടിട്ട് ഇരുത്തി ആണ് വെക്കണം അല്ലേ? അല്ല സനി എനിക്കുണ്ട് ഗൈസ് 2 ചാനൽ, CMF ഗെയിമിംഗ് വൈറ്റ്. ഓ നോ, അപ്പൊ അങ്ങനെ നമ്മളിത് ഡാർക്ക് ചോക്ലേറ്റ് ആൻഡ് പനാക്കോട്ട എന്ന സാധനം കഴിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടേ? അയ്യോ, അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഒന്നും എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ട്രൈ ചെയ്യട്ടെ. മൂസ ഡാർക്ക് ചോക്ലേറ്റ്. ചോക്ലേറ്റ് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളൂ. ഇത് കൊള്ളാം കേട്ടോ, ഒന്നും പറയുന്നില്ല. കരിപ്പട്ടി ഇത് ആ ചോക്ലേറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവര് ഇത് കൊള്ളാം, ഇത് സൂപ്പർ. നിങ്ങളെ ഒന്ന് ചോക്ലേറ്റ് ലവേഴ്സ് അല്ലാത്ത ആൾക്കാരാണ്. പിസ്സയും കൊള്ളാം, ഇതും കൊള്ളാം, ഇത് സൂപ്പർ, സൂപ്പർ. അങ്ങനെ വലിയ ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി സന അങ്ങ് തുടങ്ങിയാ മതി. ഇപ്പൊ ഒരു ട്രൈപോഡ് കിട്ടിയതെങ്കിൽ ഇപ്പൊ ഇട്ടാനാ ഒരു വീഡിയോ. സനിയുടെ ഇനി POV ഷോട്ടുകളുടെ പരിപാടിയിലാണ് സനി. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്ട്രേഞ്ചേഴ്സിനെ ഫോട്ടോ എടുക്കാൻ പോകുന്ന പരിപാടിയല്ല അത്. നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം നാളെ മറ്റേ അവളെ എന്താ യൂട്യൂബർമാരൊക്കെ വരണമെന്ന ഒരു പരിപാടിയുണ്ട്. അത് ഞാൻ ചിലപ്പോൾ പോകും, മൂടുണ്ടെങ്കിൽ പോകും, അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് പറഞ്ഞു. അപ്പൊ എനിവേസ് ബൈ ബൈ, ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ രാമൻ കഴിക്കാൻ വന്നിരിക്കുക. അതെ സുഹൃത്തുക്കളെ, ടോണിയുടെ റാമേൻ. എന്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റസ്റ്റ് റാമേനുകളിൽ ഒന്നായിരുന്നു. ഞാനും കാര്യമായിട്ട് പറയാം, ഞാൻ ദുബായിൽ പോയി കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവന്റെ രാമൻ വേറെ ലെവലാണ്, സൂപ്പർ ടേസ്റ്റ് ആണ്. കൊച്ചിയിലുള്ളവർ ഇവന്റെ ഈ കടയിൽ നിങ്ങൾക്ക് രാമൻ കുടിക്കണമെങ്കിൽ അങ്ങോട്ട് പോകണം. ലിറ്റിൽ സോയിൽ ഒന്നും പോകരുത്. ഇവിടെ തുടങ്ങിയിരിക്കുന്നതാണ്. നമ്മളൊരു അവിടെ പെടച്ച് നടക്കണുണ്ട്. നമ്മളെന്തായാലും പോയി കഴിച്ചിട്ട് നൂഡിൽസ് ഒക്കെ കുടിക്കണേ കാണിച്ചു തരാം. അല്ല, കച്ചേരിപ്പടി ഫ്രഞ്ച് ടോസ്റ്റിന്റെ അടുത്താണ് നമ്മുടെ ടോണീസ്. ഇവിടെ വിശാലമായ ഷോറൂം ഏഷ്യൻ ഈറ്റ്സ്. വലിയ ഏതോ കടയിലൊക്കെ പോയി, അല്ല ഏതോ സ്ഥലത്ത് പോയി, പാരീസല്ലേ സനി പഠിച്ചിട്ട് വന്നതാണ്. അവിടെയൊക്കെ പോയി പഠിച്ചിട്ട് വന്നതാണ്. കാനഡ. കാർത്തികിന് പനിയാണ് കേട്ടോ. പക്ഷേ പിന്നെ നിനക്ക് എങ്ങനെ തണുക്കണ? അത് തണുപ്പ് AC ഇത് നീ തണുപ്പിടുന്ന അങ്ങനെ വലിയ ശീലമില്ല, ഇടയ്ക്കൊക്കെ ഇരിക്കാറുണ്ട്. എന്തോ എവിടെയോ ഒരു ഇവര് ആദ്യമായിട്ടാണല്ലേ കഴിക്കാൻ പോണ ടോണി? ഫസ്റ്റ് ടൈം അല്ലേ? തനി ഒരു മാസമായിട്ട് കേൾക്കാണ് പുള്ളിയുടെ കുറെ ഈ തള്ളി മറിച്ചിട്ട് അവസാനം കൊള്ളൂല്ലെങ്കിൽ എന്നെ തള്ളല്ലേ കളിക്കാനായിട്ട്. ഞാൻ ദുബായിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഒരു കടയാണ്. ലവ ഇപ്പൊ വരും. ഷെഫിനെ കാണാൻ ഒരു ഷെഫ് ലുക്കൊന്നും കാണൂല. മറ്റേ കൊച്ചു പയ്യനാണ്, CA സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ അവന്റെ മനസ്സിൽ കുക്കിംഗ് ആയിരുന്നു എന്നും. പണ്ട് പപ്പടം കാച്ചി അന്ന് തൊട്ട് അവൻ കുക്കിംഗ് ചെയ്യണമെന്ന്.
അപ്പോൾ എന്തിനായാലും പപ്പടം കാച്ചിലാണല്ലോ നമ്മളങ്ങനെ, ഞാൻ പപ്പടം കാച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവന് കുക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ്. അങ്ങനെ അവൻ വലിയൊരു സ്ഥലത്ത് പോയി പഠിച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ലെറ്റ്സ് ഹാവ് ഹിസ് റാമൻ. ഗൈസ്, ഉണ്ടംപൊരി വന്നിരിക്കുകയാണ്. വെറും ഉണ്ടംപൊരിയല്ല, ജപ്പാനീസ് ഉണ്ടംപൊരി. ജാപ്പനീസ് ഉണ്ടംപൊരി ഈസ് ഹിയർ ഗൈസ്. ഈ സനീതാണ് പ്രശ്നം. പിന്നെ സമ്മതിക്കൂല, ഫോട്ടോ എടുക്കണം, എന്നിട്ട് അതിരുന്ന് ഉണങ്ങി. ഇത് ചൂടുണ്ടല്ലേ? എന്റെ അകത്ത് ചോളമൊക്കെ ഉണ്ട്, അടിപൊളി സാധനം. ഇതാണ് ടോണി കേട്ടാ. ടോണി, എന്താണ് പുതിയ സാധനം? പുതിയ ഐറ്റംസ് എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് പുതിയ ഐറ്റംസ്. മറ്റേ ഉണ്ടംപൊരി സൂപ്പർ ആയിരുന്നു കേട്ടാ. മോനെ യാക്കിറ്റോരി, എന്റെ അമ്മയെ. ഇതിന്റെ പേരാണ് ടൂണ കൂടോ. നീ കഴിച്ചു കഴിയുമ്പോ ടൂണ കുറയും. വെരി നൈസ്. ഇത് യാക്കിറ്റോരി, എന്റെ അമ്മ എവിടെ? ഇത് ടൂണ ഇടമാമിയ. പിന്നെ അത് ബീഫ് കേട്ടോ. ആ ബീഫ് സാധനം സൂപ്പർ ആണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. സന അവിടെ നിന്ന് കൊതി വിട്ട്. അപ്പൊ നമ്മളെല്ലാം ഇപ്പൊ ഇവിടെ നാളെ പണി തന്നെ. എന്റെ അമ്മ എടുക്കട്ടെ, നീ ഇടറേ. പൊളിയോടെ. അത് തന്നെ. അവളിപ്പോ മിക്കവാറും കൈ എടുത്ത് കഴിയണേ. സത്യം തോളിക്കൊക്കെ എന്തെറ്റി? അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. മോനെ വന്ന് സാധനം എത്തി. കുറെ നാൾക്ക് ശേഷമാണ് ഈ രാമൻ കുടിക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്, ബെസ്റ്റ്. കുടിച്ചാ? ഞാൻ കുടിക്കുന്നതിന്റെ പേര് ഷോയു രാമൻ എന്നാണ് കേട്ടോ. അടിപൊളി, വേറെ രുചി. ഇതാണ് നമ്മുടെ സ്ഥിരം. അപ്പൊ ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാൻ കേട്ടോ. എടേ, ഇവിടെ വന്നതിന് ഈ സാധനം മിസ് ചെയ്യില്ല കേട്ടോ. ഇതെന്തോ പേരെന്തോന്നായിരുന്നു? പേരെന്തോന്നായിരുന്നു? കരാഗിയ എന്തോ കാറ്റ്സു. അങ്ങനെ ഡെസേർട്ട് വന്നടേ. അതിന്റെ ഫോട്ടോ എടുത്ത് തീർന്നിട്ടില്ല ഒരാള്. കഴിക്കണില്ലേ ഒന്ന് ഇത് വേറെ ഡെസേർട്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വയറ് ഫുള്ള്. ഞാൻ അടിപൊളി ഫുഡ്. ആ ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു. പുറത്തൊന്നും നടക്കാൻ ഇറങ്ങി സുഹൃത്തുക്കളെ. കൊതു പറത്തി എടുത്തോണ്ട് പോയി. അതുകൊണ്ട് ആരും നടക്കാൻ ഇറങ്ങി. ചുമന്നുകൊണ്ട് പോയി. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇനി എപ്പോഴെങ്കിലും കാണാം.